ക്രിസ്മസ് തീമിൽ വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്തെടുക്കാൻ പോണത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റല്ല, ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ അത് വരച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പെൻസിൽ എടുത്തപ്പോൾ അതായില്ല, അപ്പോൾ ഞാൻ പേന എടുത്തിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാതെ ജസ്റ്റ് വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫോം ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, ഇത് ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഫോം ഷീറ്റാണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ളതിൽ നിങ്ങൾ കട്ട് ചെയ്ത് മേക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 തട്ടായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, എനിക്ക് തോന്നുന്നത് വേറെ രീതിയിലുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു മോഡലാണ് പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ അറിയുള്ളൂ കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സാധനമാണല്ലോ അത്, അതുകൊണ്ടാണ്. അപ്പം ആക്ച്വലി ക്രിസ്മസ് ട്രീ വന്നിട്ട് ഗ്രീൻ കളറാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ റെഡും ഗ്രീനും കോമ്പിനേഷനിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുട്ടികളുടെ അടുത്ത് കത്രിക ഗമ്മൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. നോർമൽ ഫെവിക്കോളൊക്കെ കുട്ടികളുടെ അടുത്ത്, അതായത് നമ്മുടെ സാന്നിധ്യത്തിൽ ഫെവിക്കോളൊക്കെ കുട്ടികളുടെ അടുത്ത് കൊടുത്ത് ഒട്ടിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളാരും അടുത്തില്ലാതെ കുട്ടികൾക്ക് ഒരിക്കലും ഈ കത്രിക അതുപോലെ തന്നെ പശയും കാര്യങ്ങളും ഒന്നും കൊടുക്കരുത്. അത് നിങ്ങൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആക്ച്വലി വന്നിട്ട് എൻ്റെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടൊന്നും, വലിയ ആളല്ല ചെറിയ ആളുടെ മുമ്പിൽ വെച്ചിട്ടൊന്നും ഞാൻ പശയൊന്നും അങ്ങനെ കയ്യിലാക്കില്ല. പശ കയ്യിലാക്കണമെങ്കിൽ കൂടെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടേ ചെയ്യുള്ളൂ കേട്ടോ, കുട്ടി അടുത്തുണ്ടെങ്കിൽ. ബിക്കോസ് അത് എന്താ പറയുക, പശ എങ്ങാനും ചെറിയൊരു പീസ് അകത്ത് പോയി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് കരഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് അതിനാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ശ്രദ്ധിച്ച് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യാൻ നോക്കുക. മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഈ അറ്റും ഐ അറ്റമൊക്കെ ഒരുമാതിരി ഒപ്പമില്ലാതെയൊക്കെ ഉള്ളതുപോലെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിലതൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവുന്ന സമയത്ത് കിട്ടും. ഓക്കെ. ഇനി അതിന് ശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഈ 8000 ഗ്ലൂ, അതായത് ഇത് നമുക്ക് പെട്ടെന്ന് പേർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 8000 ഗ്ലൂ ആണ് സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഗ്ലൂ ഗണ്ണാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഡിസൈൻ കീറി വരുന്നേ ഉള്ളൂ, അല്ലാതെ ക്ലിപ്പിൽ നിന്ന് എന്തായാലും പേർന്ന് വരില്ല കേട്ടോ. ഗ്ലൂ ഗണ്ണ് അത്ര സ്ട്രോങ് ആണ്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഈ ബാക്കിൽ ഇപ്പോൾ ഞാൻ പെന്നും കൊണ്ട് വരച്ചത് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ബാക്ക് സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ഫോം ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. ഇടയിൽ ഒരു കോൾ വന്നായിരുന്നാണ്. അപ്പം ഫെൽറ്റ് ഷീറ്റോ ഹോം ഷീറ്റോ ഒട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് സൈഡ് കൂടെ കുറച്ച് നീറ്റായിട്ട് കിട്ടും. ആക്ച്വലി ഇത് വന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണമെന്നാണ്, സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കണതല്ല. പക്ഷേ മക്കൾക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നീറ്റായിട്ടൊക്കെ ഉണ്ടാക്കിക്കൂടെ. ഇത് പലവരും തിങ്ക് ചെയ്യും. നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണോ, നമ്മുടെ വീഡിയോസൊക്കെ കാണണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം എൻ്റെ അടുത്ത് വന്ന് മെറ്റീരിയൽസിൻ്റെ കാര്യമാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം, ഇവിടത്തൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. വാട്സപ്പിലാണെങ്കിൽ ഞാൻ അത്യാവശ്യം റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ കോർണർ, അതുപോലെ തന്നെ മുകളിൽ ആ ഒരു കോൺ വശം ഉണ്ടല്ലോ ട്രീൻ്റെ, ആ ഒരു എൻഡിൽ എല്ലാവിടെയും നമ്മൾ മുത്തും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുത്ത് വെച്ച് കൊടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഈ ഡിസൈൻ്റെ 2 അറ്റത്തിൽ പിന്നെ അതുപോലെ ഏറ്റവും മുകളിലൊക്കെയാണ് മുത്ത് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം സ്റ്റോൺസ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെന്താ വേണമെങ്കിൽ റെഡ് കളർ ബോൾ സർക്കിൾ രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഇതിൻ്റെ എൻഡിൽ വേണമെങ്കിൽ ഈ മുത്ത് വെച്ചിരിക്കുന്നുണ്ട്, ഈ മുത്ത് വെച്ചതിൻ്റെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ താഴേക്ക് കുറച്ച് ഹാങ്ങിങ് ചെയ്യണ പോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡലിന് വെച്ചത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ മുത്ത് വെച്ചിട്ട് ചെയ്യണത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ തോന്നണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മെറ്റീരിയൽസ് ഞാൻ ചെന്നൈ റിച്ചി സ്ട്രീറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ട് എന്നിട്ടും കുറേ പേർക്ക് ഡൗട്ടാണ്. നിങ്ങളത് വീഡിയോസ് മുഴുവൻ കാണാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. അപ്പോൾ മുഴുവൻ വീഡിയോസും കാണാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് ജലദോഷവും ചുമയൊക്കെയാണ്. എനിക്ക് നാളെയും മറ്റന്നാളൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം. ഞാൻ അന്നെടുത്ത വീഡിയോ ഇപ്പോൾ 10:30 രാവിലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കണതേ 9 മണി കഴിഞ്ഞിട്ടായിരിക്കും. ബിക്കോസ് ഹസ്ബൻഡ് ഓഫീസിൽ പോയി, കുട്ടി ഓഫീസിൽ പോയി, വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത്. പിന്നെ അവർക്ക് രണ്ടുപേർക്ക് ഫുഡ് കൊണ്ടുപോകണ കാരണം തന്നെ രാവിലെ നേരത്തെ തന്നെ കുക്കിംഗ് പരിപാടിയും അടുക്കളയിലെ പരിപാടി, പാത്രങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയും. അത് കാരണം ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 9:30 വരെ വീഡിയോ എടുത്തിട്ട് 9:30 ശേഷം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം
രാവിലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 10:30 എന്നുള്ള സമയമാക്കിയത്. ഡെയിലി രാവിലെ 10:30 നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണാം. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു സന്തോഷം കൂടിയല്ലേ. അപ്പം നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.